പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകയില്ല. കൊച്ചുഞ്ഞേ, ഇട്ടിച്ചാൻ എങ്ങനുണ്ട്? ഒന്നും പറയണ്ട, വായുദോഷം കാരണം ഒന്നും കഴിക്കത്തുമില്ല. നീ ഏലിക്കുട്ടിയെ കൊച്ചിനെ കൊണ്ടുവന്നോ? വീട്ടിൽ ആരെങ്കിലും വേണ്ടേ കറിയാച്ചായ? ഞാൻ എന്നാ ചെയ്യാനാ? കൊച്ചിന്റെ പേരെന്തുവാ? വർഗീസ് ഊട്ടി. ഞാൻ ഇന്ന് നേരത്തെ പോവാ കറിയാച്ചായ. DCFന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. വേദപഠന ക്ലാസ് നടത്താനെ കൊണ്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്നെയാ ഏൽപ്പിച്ചിരിക്കുന്നത്. അടക്ക് കഴിഞ്ഞ് കത്തിലും കൊണ്ട് വരുന്നുണ്ട്. സൂക്ഷിച്ച് കല്ല് കിടന്നു. അവിടെ പാപ്പിയെ ഇച്ചിരി കഞ്ഞി കുടിച്ചു പോവാമടാ. ഒന്നും വേണ്ട തോമാച്ച, ഞങ്ങൾ ഇറങ്ങി. എന്നാ പിന്നെ നടക്കും. എടി ഏലിക്കുട്ടി, എന്നെ ഇരിപ്പാടി. നീ പോയി ഇച്ചിരി കട്ടനിടും. കൊച്ചുഞ്ഞെ, ദൈവം തമ്പുരാൻ വിളിക്കുമ്പോ ആരായാലും പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വിഷമിക്കണ്ട. നല്ലവനായി ജീവിച്ച ഇട്ടിച്ചന് പരലോകത്തും കർത്താവ് നല്ല പ്രതിഫലമേ കൊടുക്കത്തുള്ളൂ. എന്നെയും എനിക്കുള്ള കയ്യിലേൽപ്പിക്കപ്പെട്ട സകലത്തെയും എന്റെ രക്ഷകന്റെ മുൻപിൽ കാഴ്ചവെക്കുന്നതിന് നിശ്ചയിച്ചു. എന്നെ എന്റെ കർത്താവിനെ ഏൽപ്പിച്ചു. ഭാര്യയെ കർത്താവിനെ ഏൽപ്പിച്ചു. കുട്ടികളെ കർത്താവിനെ ഏൽപ്പിച്ചു. എനിക്ക് ഫലമേൽപ്പിക്കപ്പെട്ട സ്വത്തിനെ ഏൽപ്പിച്ചു. എനിക്കുള്ള സകല കടങ്ങളെയും ഏൽപ്പിച്ചു. ലാഹ സെന്റ് തോമസ് ഇടവകയ്ക്കായി കർത്താവിന്റെ ഭാഗത്ത് സേവിപ്പാൻ എന്നെ ഏൽപ്പിച്ചു. എനിക്കുള്ള സകല ആഗ്രഹങ്ങളും കർത്താവിൽ ഏൽപ്പിച്ചു. സാധു തന്റെ തീരുമാനങ്ങൾ ജീവിതത്തിൽ പകർത്തിയപ്പോൾ, സുവിശേഷ ഘോഷണത്തിനായി ജീവിതം സമർപ്പിച്ചപ്പോൾ, അദ്ദേഹത്തിന്റെ കുടുംബം മുഴുപട്ടിണിയിലേക്ക് നീങ്ങുകയായിരുന്നു. കേളിക്കുട്ടിയേ. ഓ, ആ ചേട്ടത്തിയോ? കൊച്ചുഞ്ഞെങ്ങോട്ടാ പോയത്? കുറിയന്നൂര് യോഗത്തിന് പോയതാ. പിള്ളേര് എഴുന്നേറ്റില്ലോടി? പുറത്തോട്ടൊന്നും കണ്ടില്ല. എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. എടി കൊച്ചേ,
ഉപദേശിക്കാനോ പറഞ്ഞു തരാനോ ഇട്ടിച്ചായനോ കൊച്ചമ്മയുണ്ടോ? ഇനി നീ വേണം അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. രാത്രി പാട്ടും പ്രാർത്ഥനയായിട്ടൊക്കെ നടന്ന നിന്റെയും പിള്ളേരെയും കാര്യങ്ങൾ എങ്ങനെയാ? നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ അന്വേഷിച്ചു തരാൻ? ഞാൻ എന്തോ ചെയ്യാനോ ചേട്ടത്തി? ആ ദേ എടി കൊച്ചേ, ഇപ്പൊ നിയന്ത്രിച്ചില്ലേലേ കൊച്ചുകുഞ്ഞ് കൈവിട്ടു പോവേ. പിന്നെ കരഞ്ഞിട്ട് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ആ ദേ വരുന്നുണ്ട്. എന്നാ ഞാൻ ഇറങ്ങുക. നോക്കിയിരുന്ന് കൊറേ കഴിഞ്ഞപ്പോ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. നേരം വെളുത്തിട്ടും കാണാഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നീ ഒരിച്ചിരി കട്ടനിട്. കാപ്പിപ്പൊടിയില്ല, അരി സാമാനങ്ങളൊക്കെ തീർന്നു. കൊച്ചുങ്ങളൊന്നും കഴിക്കാതെ കിടന്ന്. ഈ ചേലയാണ് നല്ല രസമുണ്ട്. ഒന്ന് വേഗം നടക്കണേ ഭക്ഷണന്മാര്. വരുന്ന ആളെ കണ്ടോടാ? ഉപദേശി ഒന്നവിടെ നിന്നേ. ഉപദേശിയുടെ പ്രസംഗമൊക്കെ ബഹു കേമായിട്ടുണ്ട് കേട്ടോ. കഷ്ടം, ആൾക്കാരൊന്നും കിട്ടാനില്ലല്ലേ. വല്ല മതമാറ്റത്തിനും പരിപാടി ഉണ്ടോ? അല്ല, ആരാണ്ട് പറഞ്ഞു കേട്ടു മൂത്താമ്പാക്ക് എപ്പോ വന്നാലും കഴിക്കാൻ കിട്ടുമെന്ന്. വിശക്കുന്നുണ്ട് ഉപദേശി, നമുക്ക് വീട്ടിലോട്ടങ്ങ് പോയാലോ? മൂത്താമ്പാക്കൽ വന്ന് ആർക്കും എപ്പോഴും ഭക്ഷിക്കാം. അതൊരു പിടി ചോറാണെങ്കിലും ഒരിറക്ക കഞ്ഞിവെള്ളമാണെങ്കിലും നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം. വരൂ. ഏലുക്കുട്ടിയേ, ഏലുക്കുട്ടി ദാ വരുന്നു. എന്തായി ചായ? ഇവർക്ക് വല്ലതും കഴിക്കാൻ കൊടുക്ക്. എന്താ ഇവിടെ കഴിക്കാനൊന്നുമില്ലേ? അത് മൂത്താമ്പാക്കിലെ വീടാണ്. മൂത്താമ്പാക്കിലെ വീടാണ് നമ്മുടെ ഉപദേശിലെ വീട്. മൂത്താമ്പാക്കിലെ വീടാണ്. മൂത്താമ്പാക്കിലെ വീടാണ്. ആരാ ഈ മൂത്താമ്പാക്കിലെ വീടേതാണ്? ഞാനാണ് മൂത്താമ്പാക്കിലെ കൊച്ചുകുഞ്ഞ് ഉപദേശി. അല്ലോ പഠിച്ചോനെ, കടവായ കടമെല്ലാം കൂക്ക് വിളിച്ച് നമ്മളൊടുക്കം ഇങ്ങളെ വായി തന്നെ വന്നു. നമ്മുടെ മുതലാളി തന്നയിച്ചായി ശമാനമൊക്കെ ഇങ്ങക്ക് തരാൻ. ആ വന്നേ, ഒന്ന് സഹായിക്കേ. ആ വന്നേ, ഇതെടുക്ക്. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം. ഏൽക്കുട്ടി, മരുഭൂവിൽ മഞ്ഞ പൊഴിച്ചവനാണ് നമ്മുടെ ദൈവം. ആ ഇതൊക്കെ കൊണ്ടുപോയി വേഗം കാലവാക്ക്. വയറ് നിറയവർ ഭക്ഷിക്കട്ടെ. എന്നാ ഉപദേശി, നമ്മളങ്ങോട്ട് വരട്ടെ. ഓ, ഏൽക്കുട്ടി, കുഴിക്കാല, മാലക്കര എന്നിവിടങ്ങളിലെ ചില പരസ്യയോഗങ്ങളും ഇടവകയുടെ വിവിധ ഭാഗങ്ങളിൽ ചില രാത്രിയോഗങ്ങളും സംഘടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് പോയി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് മടങ്ങി വരാൻ പറ്റൂ. കഴിവത് ഉച്ചായി നേരത്തെ എത്താൻ നോക്കണം. ഇവിടെ ഞാനും പിള്ളേരും തനിച്ചല്ലേ ഉള്ളൂ. ഏൽക്കുട്ടി, സൈന്യങ്ങളുടെ കർത്താവായ യഹോവ കാവലും കോട്ടയായി ഉള്ളപ്പോ നീ എന്തിനാ ഭയപ്പെടുന്നത്? ഏലുക്കുട്ടി, യഹോവയുടെ വചനം എന്റെ അസ്ഥികളിൽ അടക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തുന്നു. ഒരു ദൈവദൂതൻ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ എനിക്കും ജീവിക്കണം. ഇച്ചായം പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഏലിക്കുട്ടി, ദൈവം ഇത്രത്തോളം തന്ന മക്കൾ മതി നമുക്ക്.
മേലിൽ ആത്മീയ മക്കൾക്കായി മാത്രം നമുക്ക് ജീവിക്കാം. അയ്യോ ചീങ്കണ്ണി. ഇന്ന് കച്ചവടം വളരെ മോശമായിരുന്നു ചീങ്കണ്ണി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ വിവരിച്ച എനിക്കൊരു കൂടെ അടിക്കണം. അയ്യോ അടിക്കണം, പിന്നെ അടിച്ചോ മുടിഞ്ഞു പോകുള്ളൂ. ഒന്ന് വെച്ചാ 2, 2 വെച്ചാ 4, 4 വെച്ചാ 8, കാലി അടിച്ച കമ്പനിക്ക്. എന്റെ പൊന്നി അട്ടപ്പി വൈക്കപ്പഴപ്പ. സ്നേഹമുള്ളവരെ, യേശുവിന്റെ നാമത്തിൽ എന്താ അവിടെ ഒരു ബഹളം? സുവിശേഷം കൊച്ചു കുഞ്ഞുപദേശിയ നല്ല പ്രസംഗമാ, നീ പോയി കേക്ക്. അവന്റെ ഒരു കോണദോഷം, അവനെ ഞാനത് കൊല്ലും. അതെന്തിനാ? പീഡനങ്ങളുമാണ്. കാരാഗ്രഹത്തിലായിരുന്നാലും അവനൊരു ഉപദേശി കള്ളറാ. പുലരുന്നത് വല്ല ആറ്റിലോ തോട്ടിലോ ആയിരിക്കും. തൊടാനൊന്നുമില്ലടാ. ക്രിസ്ത്യാനിത്വത്തിന്റെ പരിപൂർണത ലഭിക്കുമ്പോൾ അവന്റെ ഒരു പ്രസംഗം എത്രത്തോളം തുറന്നിരിക്കുന്നുവോ ഔവണ്ണം ഇഹലോകത്തിന്റെ യാതൊന്നിനെയും കാണാതെ തന്റെ പ്രിയനെ ധ്യാനിക്കുന്ന ക്രിസ്ത്യാനി നിത്യതയുടെ മനോവിശാലത അണിഞ്ഞവനായി ലോകത്തിന്റെ വെളിയിൽ നിൽക്കും. അതുകൊണ്ട് സഹോദര, നിന്റെ പാപ ജീവിതം വിട്ട് നീ യഹോവയുടെ സന്നിധിയിലേക്ക് വരൂ. യഹോവ നിന്നെ മാടി വിളിക്കുന്നു. വാളെടുക്കുന്നവൻ വാളാലെ എന്നരുളി ചെയ്ത യഹോവ ഈ രാത്രികാലം നിന്നെ മാടി വിളിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിക്കുന്നിന്റെ നെറുകയിൽ 3 ആണികൾ തൂങ്ങി മരിച്ചവനായ നമ്മുടെ യേശു, കുരുടന് കാഴ്ച കൊടുത്തവനായവൻ, മുടന്തനെ സൗഖ്യപ്പെടുത്തിയവൻ, കുഷ്ഠരോഗിക്ക് ആശ്വാസം പകർന്നവനായ യേശു ഈ രാത്രികാലം സഹോദര, നിന്റെ പാപത്തിൽ നിന്ന് നീ വിട്ടകന്ന് നീ യേശുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരുവിൻ. ഈ രാത്രികാലം നീ ഈ ലോക ജീവിതത്തിന്റെ എല്ലാ മോഹങ്ങളിൽ നിന്നും അകന്ന് നീ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുവിൻ. മോനിപ്പ എങ്ങനെയുണ്ടടാ? എനിക്ക് തീരെ വയ്യപ്പച്ച. യേശു അപ്പച്ചനോട് പ്രാർത്ഥിച്ചാ മതി, മോന്റെ അസുഖം എല്ലാം മാറും കേട്ടോ. അപ്പച്ചനും മോനും ഏലിക്കുട്ടി ദാ വരുന്നു ചേട്ടത്തി. ആ എന്നാ മോളെ. അയ്യോ കൊച്ചി ഇതെന്നാ പറ്റി? എന്റെ കൊടേ തമ്പ്രാനെ, തീ പോലെ പൊള്ളുന്നു. കൊച്ചിനെ വല്ല നല്ല വൈദ്യന്റെ അടുത്ത് കാണിക്കാൻ പറ. ദേ ഇവന്റെ പോക്ക് ഇങ്ങനെയാണെങ്കി നിന്റെ കാര്യം കഷ്ടത്തിലാ മോളെ. ദൈവഹിതം എന്തായാലും അത് നടക്കട്ടെ. എന്ത് വന്നാലും അത് നന്മയ്ക്കാണെന്ന ഇച്ഛായും പറയുന്നു. ഞാൻ പറയാനുള്ളത് പറഞ്ഞ് കേട്ട നിനക്ക് നല്ലത്. ഞാൻ പോവാ. രണ്ട് കൊല്ലം പാപ്പി പെട്ടിയും കൊണ്ട് വരുന്നു. എന്റെ തോമാച്ച